കാറ്റത്തെ കിളിക്കൂടിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ റിവ്യൂ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ഇങ്ങനെ പോയി പോയി അവസാനം സുഭാഷ് ഏട്ടൻ്റെയും ചാന്ദിനിയുടെയും കല്യാണമൊക്കെ തീരുമാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രിവ്യൂ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി എന്താ നടക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ സുഭാഷ് ഏട്ടനോട് ഇപ്പം നീതുവിൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഷോക്കായി സുഭാഷ് ഏട്ടൻ എല്ലാവരോടും പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാനാവുന്നില്ല. സുധീഷിനാണ് ഏറ്റവും വിശ്വസിക്കാനാവാത്തത്. അതിനിടയ്ക്ക് ഇവൻ അതും ഒപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഹരീഷ് ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളതൊക്കെയാണ് ബാക്കിയുള്ളവരുടെ സംശയം. അങ്ങനെ സുഭാഷ് ഏട്ടനും ആകെ വിഷമത്തിലിരിക്കുകയാണ്. ഇതേ സമയം നീതുവിൻ്റെ ഏട്ടൻ വിളിച്ച് മോശമായിട്ട് സംസാരിച്ചതുകൊണ്ട് എന്താ ഇവിടെ നടക്കുന്നത്, എന്താ കാര്യമൊന്നും അറിയാത്ത ഹരീഷ് ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഹരീഷ് ആ വഴി വരുമ്പോൾ സുഭാഷ് ഏട്ടൻ ഹരീഷിനെ കണ്ട ഉടനെ നേരെ പോയി ഹരീഷിന് ഒരെണ്ണം കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നീ ഇങ്ങനെ ഒരു ചെറ്റത്തരം ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ലടാ, നിന്നെയൊക്കെ അനിയനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാവുന്നു. ഇങ്ങനെയാണോടാ നിന്നെ ഞാൻ വളർത്തിയത്, ഇതൊക്കെയാണോടാ നിനക്ക് ഞാൻ പറഞ്ഞു തന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിക്കുന്നുണ്ട്. ഹരീഷിനെ കുറേ തല്ലുന്നുണ്ട്. അപ്പം എല്ലാവരും തടയുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ലല്ലോ. ഹരീഷ് പറയട്ടെ, ആ നീതുവിൻ്റെ വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നമ്മളത് ഉടനെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ സുധീഷൊക്കെ സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്. പക്ഷെ സുഭാഷ് ഏട്ടൻ ആകെ വിഷമത്തിൽ അതൊന്നും ആലോചിക്കാനൊന്നും വയ്യ. അങ്ങനെ സുഭാഷ് ഏട്ടൻ കുറേ തല്ലുന്നു, വഴക്ക് പറയുന്നു. അതിനുശേഷം എല്ലാവരും പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷമാണ് സുഭാഷ് ഏട്ടൻ ആലോചിക്കുന്നത്, ഓക്കെ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ആലോചിക്കാം, അല്ലാതെ ഹരീഷിനായിട്ട് തല്ലിയത് കൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കുറച്ചൊന്ന് സമാധാനപ്പെടുകയാണ്. അപ്പോൾ ഇതേ സമയം ഹരീഷ് ഇങ്ങനെയൊന്നും ഇല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നും പറയാനും പറ്റില്ല, എന്നാലോ ആ കുറ്റം അങ്ങോട്ട് ഏറ്റെടുക്കാനും വയ്യ. കാരണം കുറ്റം ചെയ്തിട്ടുമില്ല, ഒന്ന് എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഹരീഷ് ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേഗം നീതുവിനെ വിളിക്കുന്നുണ്ട്. നീതു ഫോൺ എടുക്കുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, എന്തൊക്കെയാ നീതു ഇവർ പറയുന്നത്, നിന്റെ ഏട്ടൻ ആദ്യം എന്നെ വിളിച്ച് വഴക്ക് പറയുന്നു, അതിനുശേഷം നിന്റെ അമ്മ വിളിച്ച് സുഭാഷ് ഏട്ടനോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എന്താ അവിടെ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് ഇങ്ങനെ കുറേ ചോദിക്കുമ്പോൾ ഹരീഷ് നല്ല ടെൻഷനിലാണെന്ന് നീതുവിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നീതു വിചാരിക്കുകയാണ് എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ ഇവൻ തിരിച്ചു വരുമല്ലോ, വന്നു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവരോടുമായിട്ടും എല്ലാം പറയാം, അപ്പം അതുവരെ ഇവനും കുറച്ച് ടെൻഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് നീതു പറയാണ്, എന്താ ഹരീഷ് നീ ഇങ്ങനെ പറയുന്നത്, നിനക്കൊന്നും അറിയാത്ത പോലെ, ഞാൻ സത്യമല്ലേ പറഞ്ഞത്, അതൊന്നും നിനക്ക് അറിയില്ലേ, നീ ഒന്നും അറിയാത്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്, എന്താടാ എന്നെ ചതിക്കാൻ പോവാണോ, എന്നെ വഞ്ചിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരീഷിന് ഒന്നുകൂടെ ടെൻഷൻ ഇങ്ങനെ കൂടി വരിക, BP ഒക്കെ കൂടുകയാണ് കേട്ടോ. അങ്ങനെ ഹരീഷ് ചോദിക്കുക, അയ്യോ നീതു അതിന് നമ്മൾ തമ്മിൽ ഒട്ടും ചാൻസ് ഇല്ല, നീതു നീ വെറുതെ കളിക്കാതെ സത്യം തുറന്ന് പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോൾ നീതു പറയുന്നുണ്ട്, ആഹാ ഇപ്പോഴാണ് നിന്നെ എനിക്ക് മനസ്സിലായത്, നീ എന്നെ തേക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ, കാണിച്ചു തരാടാ നിന്നെ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാ നീ ഇങ്ങനെ എന്നെ ചതിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് നീതു. അങ്ങനെ ഹരീഷിന് ഒന്നുകൂടെ ടെൻഷൻ ആവുന്നു. നീതു 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 എന്ന് വിളിക്കുന്നുണ്ട്. നീതു ഫോൺ വെച്ച് കഴിഞ്ഞു. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നീതു കുറച്ച് ടെൻഷൻ ആവുക, അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഹരീഷ് അയ്യോ എന്ന് പറഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല, ആകെ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവരൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. സുഭാഷ് ഏട്ടനും സുധീഷും എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഹരീഷിൻ്റെയും നീതുവിൻ്റെയും വിവാഹം നടത്തണം. ഇനിയും ആ പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റില്ല. നാട്ടിൽ പോയ ഉടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണെന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷും നീതിക്കും എല്ലാവർക്കും അത് തന്നെയാണ് അഭിപ്രായം. കാരണം കാര്യങ്ങൾ ഇത്രയൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ നീതുവിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, നിങ്ങളുടെ മകളുടെ ജീവിതം അങ്ങനെ നശിച്ചു പോകുമൊന്നുമില്ല, എൻ്റെ അനിയൻ അവളെ വിവാഹം കഴിക്കും, ഞങ്ങൾ നാട്ടിൽ വന്ന ഉടനെ നമുക്ക് അത് നടത്തണം എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവസാനം ടെൻഷൻ അടിച്ച് ഇവർ നാട്ടിലേക്ക് എത്തുന്നു. എത്തിയ ഉടനെ ഹരീഷ് ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വീട് തുറന്ന് അകത്തേക്ക് കയറിയ ഉടനെ പെട്ടിയും ബാഗൊക്കെ അകത്തുകൊണ്ട് വെച്ചിട്ട് ഹരീഷ് നേരെ ഇറങ്ങി ബൈക്ക് എടുത്തുകൊണ്ട് സ്പീഡിൽ പോവാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ നികേഷൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ നീതുവിനെ കാണാതെ ഇരിക്കാൻ വയ്യായിരിക്കും ഹരീഷ് ഏട്ടന്, അതായിരിക്കും വേഗം വന്ന ഉടനെ വേഗം ഓടുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുധീഷ് ഇങ്ങനെ വിചാരിക്കും, ഓ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ, ഇവൻ ഇത്രമാത്രം ഓവർടേക്ക് ചെയ്ത് പോകുന്നത് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു നിരാശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കൂടെ നിധിയും അതിനിടയ്ക്ക് കുറേ ഹരീഷിനോട് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, ഹരീഷ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അന്ന് നീതു ഇറങ്ങി വന്നപ്പോൾ സുധീഷൊക്കെ കല്യാണം നടത്താമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹരീഷ് വളരെ മെച്യൂർഡ് ആയിട്ടായിരുന്നു ആ തീരുമാനം എടുത്തത്. നീതുവിനെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് കൊണ്ട് വിട്ടപ്പോൾ ഞാൻ ഹരീഷിനെ കുറിച്ച് എന്തൊക്കെയോ വിചാരിച്ചു, ഹരീഷിന് നല്ല വിവരമുണ്ട്, മെച്യൂരിറ്റി ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇങ്ങനെ ഒരു അബദ്ധം ഹരീഷിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഹരീഷിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്നൊന്നും അറിയാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം എന്തായാലും ഹരീഷ് ഓടി നീതുവിൻ്റെ വീട്ടിലേക്ക്
വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. അങ്ങനെ അവിടെ പോയി അവരുടെ വീട്ടിൽ കയറി പോകുന്നു. നീതു എവിടെ, നീതുവിനെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പേ നീതുവിൻ്റെ അച്ഛനും അമ്മയും ഏട്ടനൊക്കെ കൂടെ വന്ന് ഹരീഷിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യുകയാണ്. ഹരീഷിൻ്റെ ഷർട്ടിലൊക്കെ പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടിയോട് നീ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീതുവിൻ്റെ ഏട്ടനൊക്കെ ഹരീഷിനെ അടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോഴേക്കും നീതു അകത്തുനിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് ആരും ഹരീഷിനെ തൊട്ടു പോകരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നിർത്തുന്നു, നീതുവിനെ നോക്കുന്നു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ കരയാൻ തുടങ്ങി, വിഷമിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഹരീഷ്, നീതു ഇനിയെങ്കിലും തുറന്ന് പറ നീതു, അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ തീയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ഇനിയെങ്കിലും ഒന്ന് തുറന്ന് പറ നീതു, എന്താ ഉണ്ടായതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ സുധീഷ് എത്തിക്കഴിഞ്ഞു പറഞ്ഞിട്ട്. എന്താ കാര്യമെന്ന് സുധീഷിനും അറിയണമല്ലോ. ഇവിടെ എന്തായാലും ഒരു സീൻ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം സുധീഷ് ഊഹിച്ചു. അങ്ങനെ ഹരീഷിനെ തനിച്ച് വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ആ സീൻ കാണാനുള്ള ആഗ്രഹവും ഹരീഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആഗ്രഹവും എല്ലാം കൂടെ ആയി സുധീഷ് പിന്നാലെ വരികയായിരുന്നു കേട്ടോ. അങ്ങനെ ഉടനെ അവിടെ സുധീഷ് എത്തുന്നു. ഹരീഷ് നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വിട്, നീ കാര്യം ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ് നീതുവിനോട്, ഇനിയെങ്കിലും ഒന്ന് തുറന്ന് പറ എന്നൊക്കെ പറയുമ്പോൾ നീതു അവസാനം പറയാണ്, ഞാൻ കള്ളം പറഞ്ഞതായിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് നോക്കുകയാണ് നീതുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ. അപ്പോഴാണ് നമ്മുടെ ഹരീഷിൻ്റെ ജീവശ്വാസം അങ്ങോട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നീതു ഹരീഷും സുധീഷും ഒക്കെ കേൾക്കാനായിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ഹരീഷ് നാട്ടിലില്ല, ഞാൻ തനിച്ചിരിക്കുന്ന ആ സമയം നോക്കി ഇവർ അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പെട്ടെന്ന് ആരും അറിയാതെ ഒരു കല്യാണം നടത്താൻ പ്ലാൻ ചെയ്തു. ഈ ഒരു അവസ്ഥയിൽ ഞാൻ വേറെ എന്ത് ചെയ്യണം? ഇതല്ലാതെ ഇതിൽ കുറഞ്ഞ മറ്റെന്ത് ഞാൻ പറഞ്ഞതാണെങ്കിലും ഇവരെൻ്റെ കല്യാണം നടത്തുമായിരുന്നു. ഇന്ന് ഞാൻ വേറൊരുത്തൻ്റെ ഭാര്യ ആയെന്നെ സഹായത്തിന് വിളിക്കാൻ പോലും ആരുമില്ല. പോലീസിൽ വിളിച്ച് പറയാന്ന് വെച്ചാൽ എൻ്റെ ഫോണും ഇവർ തട്ടിപ്പറിച്ചു വെച്ചു. ഹരീഷിനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇനിയിപ്പോൾ ഹരീഷ് എന്നെ പറ, ഞാൻ ആ സമയത്ത് അതല്ലാതെ വേറെ എന്ത് പറയണമായിരുന്നു? മറ്റൊരു വഴിയും കാണാത്തോണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ, എടീ നിന്നെ, നീ എന്ത് വെച്ചിട്ടാ കള്ളം പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? അതും ആ അമ്പലത്തിൽ അത്രയും പേരുടെ മുമ്പിൽ വെച്ചാണ് നീ അതൊക്കെ വിളിച്ച് പറഞ്ഞത്. ഇനിയിപ്പോൾ നാളെ നീ അവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും? അത് വല്ലതും ആലോചിച്ചോ? നിനക്ക് പറയാൻ വേറെ എന്തൊക്കെ നുണകളുണ്ട്? ഇതേ കിട്ടിയുള്ളൂ എന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ ചോദിക്കുമ്പോൾ, അതൊന്നും ശരിയാവില്ല അമ്മേ, എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇതിൽ കുറഞ്ഞ എന്ത് പറഞ്ഞാലും ശരിയാവില്ല. നിങ്ങൾ ആ അവസ്ഥയിലായിരുന്നല്ലോ എന്നെ അവിടെ പിടിച്ചിട്ടത്. ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് നീതു കുറേ പറയുന്നുണ്ട്, വഴക്കിടുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയല്ലോ, ഇനിയിപ്പോൾ അതേക്കുറിച്ച് ആരും സംസാരിക്കണ്ട. എന്തായാലും നിങ്ങളുടെ ബുദ്ധി കൊള്ളാം. ഞങ്ങൾ നാട്ടിലില്ലാത്ത സമയം നോക്കിയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ പേടിയുണ്ടല്ലേ എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീതുവിൻ്റെ ചേട്ടൻ എടാ എന്ന് പറഞ്ഞ് അടിക്കാനൊക്കെ വരുമ്പോൾ, മതിയടാ നിർത്തടാ, ഇനി ഇമാതിരി ചതിയോ ഫ്രോഡ് പരിപാടികളോ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നീ എൻ്റെ മുഖം ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടാണ് സുധീഷ് അവിടെ നിന്ന് വരുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നീതു ഹരീഷിൻ്റെ പിന്നാലെ ഓടി വരുന്നുണ്ട്. അങ്ങനെ അപ്പോഴാണ് ഹരീഷ് ചോദിക്കുന്നത്, നീതു ഞാൻ ഒരുപാട് പേടിച്ചു പോയി, എന്നാലും നീ എന്നോടെങ്കിലും സത്യം പറയായിരുന്നില്ലേ? അവരോട് പറഞ്ഞത് രക്ഷപ്പെടാനാണെന്ന് വയ്ക്കാം, പോട്ടേന്ന് വയ്ക്കാം, പക്ഷെ ഞാൻ ചോദിച്ചതല്ലേ നിന്നോട് എന്താ ഉണ്ടായതെന്ന്, അപ്പം എന്നോട് എന്താ സത്യം പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ നീ കുറച്ച് ടെൻഷൻ ആവട്ടെ എന്ന് വിചാരിച്ചു. അയ്യോ നീതു, ഇതെങ്ങനെ അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നീ കുറേ പേടിക്കുന്നത് കണ്ടപ്പോൾ അത് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ട് വെറുതെ ചെയ്തതാ എന്നൊക്കെ പറയുമ്പോൾ ഹരീഷ് അതിനിടയ്ക്ക് നീതുവിനിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. സുധീഷ് അങ്ങോട്ട് മാറി നിൽക്കുന്നു. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷിന് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഹരീഷിനോടുള്ള ഇഷ്ടം നീതുവിന് അത്രയ്ക്ക് ട്രൂ ആണ്. അതിനുവേണ്ടി നീതു ഏതറ്റം വരെ പോകുന്നൊക്കെ. അങ്ങനെ ഇവരുടെ ലവ് ഒന്നുകൂടെ സ്ട്രോങ് ആവുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നീതു കോളേജിലേക്ക് പോകുന്ന വഴി നമ്മുടെ സുഭാഷ് ഏട്ടനെ കാണുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടന്നാലേ ഹരീഷ് എന്നെ വിവാഹം കഴിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് വേണ്ടിയെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് സുഭാഷ് ഏട്ടൻ അങ്ങനെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നു. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് മാറുന്നുണ്ട്. അവസാനം അതിൽ പെട്ടിരിക്കുന്ന സുഭാഷ് ഏട്ടനോട് ചാന്ദിനിയുടെ ഏട്ടൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എൻ്റെ അനിയത്തി ചാന്ദിനിയെ വിവാഹം കഴിക്കാൻ സുഭാഷ് ഏട്ടൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ സമ്മതം മൂളുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ചാന്ദിനി സുഭാഷ് ഏട്ടന് നന്നായിട്ട് ചേരും എന്നൊക്കെ പറഞ്ഞ് ആ കല്യാണം അങ്ങോട്ട് നിശ്ചയിക്കാൻ പോവുകയാണ്. നടക്കോ ഇല്ലേന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.